മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടെ ആദ്യന്തമില്ലാത്ത യാത്ര, ഒരു അറിവില്ലാ പൈതലിൻ യാത്ര എന്ന മനോഹരമായ ഗാനം നിങ്ങൾ കേട്ടുക. നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കും ഈ വീഡിയോ ശ്രീ പിണറായി വിജയനെ ട്രോൾ ചെയ്യാനാണ് എന്ന്. ശ്രീ പിണറായി വിജയൻ കറപ്പൊക്കെ എടുത്ത് ഇട്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇതാണ് ട്രെൻഡ് എന്നാ പറയുന്നത്. അപ്പം ജെമിനിയിൽ ഞാൻ എന്റെ ഫോട്ടോ ഇതുവരെ ചെയ്തില്ല, പിണറായി സഖാവിന് വേണ്ടി ഒരു ഫോട്ടോ ചെയ്തു. ഈ വീഡിയോ സീരിയസ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ പോകുന്നത് സ്പിരിച്വൽ പൊളിറ്റിക്സ് ആണ്, ആത്മീയ രാഷ്ട്രീയം. ഇത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കണം. കോൺഗ്രസിൽ പല ആൾക്കാർക്കും ഇത് അറിയാം, പക്ഷെ അവർ ഉറച്ചു പറയാൻ മടിക്കുന്നുണ്ട്. ഇത് BJP-ക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം തീവ്ര വലതുപക്ഷത്തിന്റെ ആത്മാവിന്റെ ക്യാൻസറിനെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ അവർകൾ അദ്ദേഹം നവോത്ഥാന നായകനാകാനും അദ്ദേഹമായിട്ട് വലിയ പരിഷ്കാരം കൊണ്ടുവന്നു എന്ന് കാണിക്കാനും ഒക്കെയാണ് ശബരിമലയിൽ എടുത്തു ചാടിയത്. പക്ഷേ ശബരിമല കേസിലെ വില്ലൻ അദ്ദേഹമല്ല. ശബരിമല കേസിലെ വില്ലൻ ദീപക് മിശ്രയാണ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇനിയും ഏത് രീതിയിൽ പറയണം, ഞാൻ പല രീതിയിൽ ഇപ്പൊ നമ്മുടെ അഭിലാഷിനോട് 30 സെക്കൻഡ് തരണം എന്ന് പറഞ്ഞ് നിലവിളിച്ചത് ദീപക് മിശ്രയുടെ കുറ്റം പറയാനാണ്. രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നത് പോലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര നഗ്നനാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് എൻ്റെ അയ്യപ്പനുള്ള വിശ്വാസം കാരണമാണ് ഞാൻ പറയുന്നത്. ഞാനാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത് പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് പോകുന്ന അവസരങ്ങളിൽ കേരള ചാനലിൽ, ദേശീയ ചാനലിലെല്ലാം ഞാനിങ്ങനെ നെഞ്ചത്തടിച്ച് ദീപക് മിശ്ര കള്ളനാണേ, ദീപക് മിശ്ര കള്ളനാണേ, ദീപക് മിശ്ര കള്ളനാണേ എന്ന് പലതവണ നിലവിളിച്ചുകൊണ്ടിരുന്നതിന്റെ കാരണം ഇദ്ദേഹം കള്ളത്തരം ചെയ്യുന്നതുകൊണ്ടാണ്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. പുള്ളി ബ്രാഹ്മണനാണ്, ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ 16-17 വർഷം ഞാൻ ശബരിമല കേസിന് വേണ്ടി മാറ്റി വെച്ചതാണ്. അതായത് ജയമാല വിവാദം ഉണ്ടാവുന്നത് മുതൽ പലതവണ ശബരിമലയിൽ അല്ലെങ്കിൽ കേസിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോവുകയും ഞാൻ ഒറ്റയ്ക്കിരുന്ന അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുത്തശ്ശിയായ ദേവകി അന്തർജനത്തിനെയാണ് ആദ്യമായിട്ട് ഈ ശബരിമല കേസിന്റെ കാര്യത്തിന് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ കഴിയും, ഇത് ദേവകി അന്തർജനം, എൻ്റെ മുത്തശ്ശി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുത്തശ്ശിയെയും എൻ്റെ മകനെയൊക്കെയാണ്. അപ്പം ആ മുത്തശ്ശിക്ക് 82 വയസ്സുണ്ടായിരുന്നു മുത്തശ്ശിയെ അറസ്റ്റ് ചെയ്തപ്പോൾ. ആ മുത്തശ്ശി വരെ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത മുത്തശ്ശിയാണ്. രണ്ടാമത് അറസ്റ്റ് ചെയ്യുന്ന എൻ്റെ അമ്മ മല്ലിക നമ്പൂതിരി, മൂന്നാമത് എന്നെയും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെയൊക്കെയാണ്. ഇവരെ പ്രായമായോണ്ട് അറസ്റ്റ് ചെയ്തിട്ട് വിട്ടു, ഞങ്ങളെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഈ ഞാൻ പറയാൻ പോകുന്നതേ എത്രയോ നമ്മുടെ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ഒരു ക്യാൻസറിനെ കുറിച്ചാണ്. ആ ക്യാൻസർ ഈ സവർണ ഷോവനിസമാണ്. സവർണ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ഒളിച്ച് കടത്തുന്ന തങ്ങളുടെ പ്രവണത. ഇത് മഹാത്മാഗാന്ധിയെ കൊന്ന ഐഡിയോളജിയാണ്. അതായത് ഇത് ഗോഡ്സേ വാദമാണ്. ഇത് പല രീതിയിൽ പല രൂപത്തിലും വരും. അതായത് മഹാത്മാഗാന്ധിയെ കൊല്ലുമ്പോൾ അത് ഗോഡ്സേ വാദമോ? അപ്പൊ നിങ്ങൾ ചെലവിയായിരിക്കും, കണ്ടോ ഇവൻ RSS-നിട്ട് പണി കൊടുക്കുകയാണെന്ന്. അല്ല, RSS-കാരും സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. അതായത് RSS നിൽക്കുന്ന ഹിന്ദു റൈറ്റ് വിങ്ങിന് വളരെ ഫാർ റൈറ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദുത്വ റൈറ്റ് വിങ് അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ ഗോഡ്സേ വാദം റൈറ്റ് വിങ് അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും അവർ ശത്രുക്കളെ തേടും. മുസ്ലിങ്ങളെ ശത്രുക്കളാക്കും, നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ശത്രുക്കളാക്കും, ദളിതരെ ശത്രുക്കളാക്കും, ഒന്നുമില്ലെങ്കിൽ ഹിന്ദുക്കളെ തന്നെ ശത്രുക്കളാക്കും. ഇത് ആഴമേറിയ ഒരു ആത്മീയ ശൂന്യതയാണ്. ഇതിന്റെ ഏറ്റവും ഭരണഘടനയിലെ ഭംഗിവൽക്കരിച്ച രൂപമാണ് യൂണിഫോം സിവിൽ കോഡ്. അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കും മറ്റും ഉള്ള അവകാശങ്ങൾ യൂണിഫോം സിവിൽ കോഡിന്റെ മുഖം മൂടി ഇട്ട് എടുത്തു കളയാനുള്ള ഒരു തന്ത്രമായിരുന്നു നമ്മുടെ ദീപക് മിശ്രാജി ചെയ്തത്. ഇത് പറയാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ധൈര്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല. കാര്യം കോടതി എനിക്ക് വലിയ ബഹുമാനമാണ്, ആദരവാണ്, ഇഷ്ടമാണ്. എനിക്ക് നിയമം പഠിച്ചവനാണ്, അഡ്വക്കേറ്റ് ആണ്. കോടതിയുടെ വെളിയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോടതിയുടെ തൂപ്പുകാരൻ വന്നാൽ പോലും എണീച്ച് സാറേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീ ദീപക് മിശ്ര കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായ വിരോധം ഉള്ളതുകൊണ്ടല്ല, പുള്ളി എന്തെങ്കിലും കട്ടെടുത്തോണ്ടല്ല, പക്ഷേ പുള്ളി കാണിച്ച കള്ളത്തരങ്ങൾ കൊണ്ടാണ്. നമ്മുടെ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്ന ശ്രീ കുര്യൻ ജോസഫ് സാറിനെ അടക്കം മാറ്റാൻ ഉള്ള റീസൺ അദ്ദേഹം ശബരിമലയെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇതൊക്കെ ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. അതായത് ഏതൊരു രാജ്യത്തിനും ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ രാഷ്ട്രീയം 5 വർഷമോ 10 വർഷത്തിലോ മാറും. പക്ഷേ അവിടുത്തെ IAS ഉദ്യോഗസ്ഥർ, കോടതി, ഇന്റലിജൻസ് സംവിധാനം, ഒരു വലിയ പരിധിവരെ ഇന്റലിജൻസ് സംവിധാനം, സ്റ്റേറ്റ് അപ്പാരറ്റസ്, ഇതെല്ലാം സംസ്ഥാന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാമാണ് പൊതുവെ ആ ഡീപ്പ് സ്റ്റേറ്റ്. ആ ഡീപ്പ് സ്റ്റേറ്റിലുള്ള 90%, 95% ആൾക്കാരും നല്ലവരാണ്. എന്നാൽ അവരിൽ 1% ഈ ബ്രാഹ്മണിക്കൽ ഷോവനിസ്റ്റുകളുണ്ട്. നല്ല ബ്രാഹ്മണരാണ് വലിയൊരു ശതമാനം, അല്ലെങ്കിൽ നല്ല അപ്പർ കാസ്റ്റ്, ഫോർവേഡ് കാസ്റ്റ് ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. പക്ഷെ അവരിലെ ഈ അപ്പർ അല്ലെങ്കിൽ സവർണ ഷോവനിസ്റ്റുകൾ, സവർണ ഫാസിസ്റ്റുകൾ എന്ന് നമ്മൾ CPM വിളിക്കുന്ന ആൾക്കാർ, അവർ പലപ്പോഴും ചെയ്യുന്നത് എപ്പോഴും ഒരു അപരനെ നിർമ്മിച്ച് ആ അപരന്റെ പുറത്ത് കുതിര കയറി ഈ തീവ്ര സവർണ
താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റുകൾ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ ബ്രാഹ്മണനാണ്, ഹിന്ദുവാണ്, സവർണ ഹിന്ദു, റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്. നമുക്ക് ഈ തീവ്രതയുടെ ആവശ്യമില്ല. ഈ തീവ്രത കാരണമാണ് ശബരിമലയെ ബലി കൊടുത്താൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഇതൊരു മൊമെന്റം ഉണ്ടാക്കും, ഇതൊരു ഊർജം ഉണ്ടാക്കും എന്ന ചിന്തയിലാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം വന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ എല്ലാ വർഷവും കയറുന്നുണ്ട്. ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പ്രായ നിയന്ത്രണമുണ്ട്. ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാം. പക്ഷെ അതിന്റെ കോർ റീസൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവൻ, നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയാണ്. ഇതൊക്കെയാണ്. ഇതിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി, വിശ്വസിക്കുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ എന്തോ വലിയ ത്യാഗം ചെയ്തു, ഇനി മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന കള്ളത്തരം പറയാനാണ് എനിക്ക് തീവ്ര വലതുപക്ഷത്തോട് പറയാനുള്ളത്. നിങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കണ്ട. ആസിഫമാരെ റേപ്പ് ചെയ്തിരുന്നാൽ മതി, വേറെ ഉപകാരമൊന്നും ചെയ്തു കൊടുക്കണ്ട. അതായത് കാശ്മീരില് പെഹൽഗാമില് ഈ ആസിഫ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തോട് എന്നും ചേർന്ന് നിൽക്കുന്ന അവിടുത്തെ ബക്കർവാൾ മുസ്ലിം കമ്മ്യൂണിറ്റി, പാകിസ്ഥാൻ നുഴഞ്ഞു കയറിയത് പോലും ബക്കർവാൾ മുസ്ലിങ്ങളാണ് ഇന്ത്യൻ ആർമിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ബക്കർവാൾ മുസ്ലിമായ ആസിഫയെ റേപ്പ് ചെയ്യുന്ന സാഞ്ചി റാംമാർ ചെയ്യുന്നത് പോലെ ചെയ്യാറുണ്ട്. നിങ്ങളായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം സമൂഹത്തിന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കണ്ട. പക്ഷേ ഈ ദ്രോഹം ചെയ്യാതിരുന്നാൽ മതി. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷനലി ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ ആർട്ടിക്കിൾ 14ന്റെ മുഖംമൂടി ഇട്ട് കൊണ്ടുവന്ന് ആർട്ടിക്കിൾ 25ഉം 26ഉം ചോർത്തിക്കളയാനും ദുർബലപ്പെടുത്താനുമാണ് ദീപക് മിശ്രാജി ശ്രമിച്ചത്. കൂടെ ലെഫ്റ്റ് ലിബറൽ പൊസിഷൻ അന്ന് എടുത്തിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ്ജിയും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അല്ല അന്താരാഷ്ട്ര സംഭവം, സ്ത്രീകളും സമത്വവും ഇതും സാധനങ്ങളും ഒന്നും അല്ല. ഇതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആ തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകട്ടെ. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു തിരിച്ചറിവ് നല്ലതാണ്. അയ്യപ്പന്റെയും വാവരുടെയും കാര്യം പറയുന്നുണ്ട്. ഇനിയും വാവരല്ലെന്നും വാപുരൻ എന്ന മുസ്ലിം ആണെന്നും, വാവരൻ എന്ന മുസ്ലിം അല്ല, വാപുരൻ എന്ന ശിവഭൂതണമെന്നും പച്ചക്കള്ളം പറഞ്ഞവർ തന്നെയാണ് ശബരിമലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അത് BJP RSS എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങില്ല. അതൊരു ഗോഡ്സേ വാദമാണ്. RSSകാരും ആ ഗോഡ്സേ വാദം തിരിച്ചറിയണം, BJPക്കാരും ആ ഗോഡ്സേ വാദം തിരിച്ചറിയണം. മഹാത്മാഗാന്ധിയെ കൊന്നവർ തന്നെയാണ് ശബരിമലയെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറിനെയാണ് ശബരിമല അയ്യപ്പൻ ശരിയാക്കിയത്. അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ ആർട്ടിക്കിൾ 25നെയും 26നെയും അന്നും പ്രൊട്ടക്ട് ചെയ്യാൻ, ഇന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു രക്ഷാ കവചം പോലെ നിൽക്കുക. കാര്യം ശബരിമലയിൽ യുവതികളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും ഒരുമിച്ച് ചേർത്ത് സുപ്രീം കോടതി ഒരു വിധിന്യായം കൊണ്ടുവന്നു. എല്ലാം കൂടി ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ ശബരിമലയിൽ കലികാലം തീരുന്നവരെ യുവതികൾ കയറില്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും ഗവൺമെന്റ് കടന്നുകയറ്റം, അല്ലെങ്കിൽ മതങ്ങളുടെ സ്വാതന്ത്ര്യം, സമുദായങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സ്വാതന്ത്ര്യവും സ്വത്വവും ആത്മാവും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് അയ്യപ്പൻ ഒരു പരിചയമായി, കവചമായി നിലനിൽക്കും. സ്വാമി ശരണം.